നിലവിൽ IPLലെ ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും പോയിന്റ് ടേബിളിൽ ടീമുകളുടെ സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും IPLന്റെ രണ്ടാം പകുതിയുടെ ഭംഗിയും. ഇന്നലെ ചെന്നൈ തോറ്റതോടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 8-7 സ്ഥാനത്ത് നിൽക്കുന്ന ഡൽഹിക്കും കൊൽക്കത്തയ്ക്കും മാക്സിമം 14 പോയിന്റ് വരെ മാത്രമാണ് എത്താൻ പറ്റുക. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ പ്ലേ ഓഫിൽ കയറാം എന്ന കാറ്റഗറിയിലാണ് ഈ രണ്ടുപേരും നിൽക്കുന്നത്. കാരണം ഹൈദരാബാദ്, പഞ്ചാബ് തുടങ്ങി ഏതെങ്കിലും ഒരാൾ ശേഷിക്കുന്ന 2 കളി തോൽക്കുകയും രാജസ്ഥാൻ, ചെന്നൈ എന്നിവർ ശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളും തോൽക്കുകയോ അല്ലെങ്കിൽ രാജസ്ഥാൻ 2 കളിയും ചെന്നൈ 1 കളിയും തോറ്റ് ഡൽഹിയും കൊൽക്കത്തയും ശേഷിക്കുന്ന എല്ലാ കളിയും ജയിച്ച് റൺ റേറ്റ് മെച്ചപ്പെടുത്തി 14 പോയിന്റിൽ എത്തിയാൽ മാത്രമേ ഇതിൽ ഒരാൾക്ക് പ്ലേ ഓഫ് സാധ്യത കിട്ടൂ. ഇത് പോസിബിൾ ആണെങ്കിലും നിലവിൽ ഒരു 1% ചാൻസ് മാത്രമേ ഇങ്ങനെയുള്ള ഒരു സിനാരിയോയ്ക്ക് കൊടുക്കാൻ പറ്റൂ. 6 മുതൽ 4 വരെ സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈ, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവർ തമ്മിലാണ് യഥാർത്ഥ കസേരകൾ നടക്കുന്നത്. മിനിഞ്ഞാന്ന് പഞ്ചാബ് തോക്കുന്നത് വരെ പഞ്ചാബിനായിരുന്നു ക്വാളിഫൈ ആകാൻ കൂടുതൽ ചാൻസ്. എന്നാൽ പഞ്ചാബ് തോറ്റതോടെ ചെന്നൈക്കും രാജസ്ഥാനും ഇന്നലെ സാധ്യത ഉയർന്നു വന്നു. ചെന്നൈ ഇന്നലെ തോറ്റതോടെ രാജസ്ഥാനാണ് നിലവിൽ കൂടുതൽ ചാൻസ്. ഈ തോൽവികൾ കൊണ്ട് SRH ആണ് ശരിക്കും ബെനിഫിറ്റ് ചെയ്യുന്നത്. പഞ്ചാബും ചെന്നൈയും ഇനി ഓരോ കളി വീതവും, രാജസ്ഥാൻ 2 കളിയും തോറ്റാൽ പിന്നെ SRHന് 1 കളി ജയിച്ചാൽ 16 പോയിന്റ് കൊണ്ട് ക്വാളിഫൈ ആകാൻ പറ്റും. നാളെ പഞ്ചാബ് RCBയെയും രാജസ്ഥാൻ ഡൽഹിയെയും നേരിടുമ്പോൾ മിക്കവാറും പഞ്ചാബിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയേക്കും. രാജസ്ഥാന് ജയിക്കാൻ പറ്റിയാൽ 4th സ്പോട്ട് ചാൻസ് രാജസ്ഥാന്റെ കയ്യിലേക്ക് പോകും. ചെന്നൈയുടെ തോൽവി അവരുടെ റൺ റേറ്റ് നന്നായി ഇന്നലെ താഴേക്ക് കൊണ്ടുപോയി. പോരാത്തതിന് അടുത്ത 2 കളി GTയും SRHുമായിട്ടുമാണ്. സോ CSKക്ക് വലിയ ചാൻസ് ഓൺ പേപ്പർ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ സീസണിൽ അണ്ടർ പെർഫോമിംഗ് ആയ ടീമുകൾക്കെതിരെ മാത്രമേ ചെന്നൈ ജയിച്ചിട്ടുള്ളൂ. ജയിക്കാൻ പറ്റുമായിരുന്ന SRHുമായുള്ള കളിയൊക്കെ തോറ്റത് ഇപ്പോൾ അവരെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ടോപ്പ് 3 സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകൾക്ക് നിലവിൽ കാര്യമായ വെല്ലുവിളിയില്ല. കാരണം പഞ്ചാബും ചെന്നൈയും രാജസ്ഥാനും മൊമെന്റം ഇല്ലാതെ കളി തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഒഫീഷ്യലി ക്വാളിഫൈ ആകാനുള്ള ടോപ്പ് 3 ടീമിന്റെ ചാൻസ് ഓരോ കളി കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. GTയും RCBയും തന്നെ ക്വാളിഫയർ 1 കളിക്കാനാണ് ചാൻസ്. അല്ലെങ്കിൽ ഡ്രാമാറ്റിക്കായി താഴെ കിടക്കുന്ന ഏതെങ്കിലും ടീമുകൾ അടുത്ത കളികളിൽ അപ്സെറ്റ് ഉണ്ടാക്കണം.